ശ്രീമതി എം സുൽഫത്ത്, ഇവിടെ മതം പ്രചരിപ്പിക്കാനുള്ള ഭരണഘടന നൽകുന്ന അവകാശം എന്നത് പറഞ്ഞുകൊണ്ട് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തങ്ങൾ പറയാൻ പറ്റുന്നത് പറയുന്നു എന്നതാണ്. അതിനെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയ്ക്കാം, അല്ലാത്തവർ പറയുന്നതോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്നതോ അതിനെ സ്വാധീനിക്കില്ല എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഒരു മതപണ്ഡിതൻ ഇങ്ങനെ പറയുകയാണ്, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ നിലപാട് ഈ നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോട് പറയുകയാണ്. എത്ര പേരെ ഇത് സ്വാധീനിക്കും? വലിയ ചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമോ? താങ്കൾക്ക് അങ്ങനെ ഭയമുണ്ടോ? ഇവിടെ ഇപ്പൊ പറഞ്ഞത് മതം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത് പറയും, അത് ഇഷ്ടപ്പെട്ടവർ കേട്ടാൽ മതിയെന്ന്. മതം പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സ്ത്രീ പുരുഷ സമത്വവും സ്ത്രീകളും സ്വാതന്ത്ര്യവും ഒക്കെ ഉറപ്പു തരുന്ന ഒരു ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഏത് പണ്ഡിതനും, അത് അബൂബക്കർ മുസ്ലിയാരായാലും അല്ലെങ്കിൽ മറ്റേത് മുസ്ലിയാരായാലും അവർക്ക് പറയാൻ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. ഇതിനെ മറ്റൊരു ചോദ്യം, ഇതിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതിനെ യാതൊരു തരത്തിലും മുസ്ലിം സമൂഹം ഭയപ്പെടില്ല. ഇതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് കേരളത്തിൽ 33% പഞ്ചായത്തുകളിൽ സംവരണം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അത് നശിച്ചു പോകും എന്ന അർത്ഥത്തിൽ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആര് കേട്ടു? പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. ഇസ്ലാം മതവിശ്വാസികളും മതത്തിൽപ്പെട്ടവരും ഒക്കെ ഇന്ന് ഭരണരംഗത്തുണ്ട്. ഇതേപോലെ വളരെ വിരളി പിടിച്ചുകൊണ്ട് സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ ഒക്കെ നിങ്ങളൊക്കെ ജനിച്ചത് സ്ത്രീകളെ മാത്രം പഠിപ്പിക്കാൻ, സ്ത്രീകളെ നരകം കാണിച്ച് പേടിപ്പിക്കാൻ, സ്ത്രീകളെ സദാചാരം പഠിപ്പിക്കാൻ, സ്ത്രീകൾ പൊതുസ്ഥലത്ത് എങ്ങനെ ഇടപെടണം, എന്ത് ധരിക്കണം, എങ്ങനെ പോകണം എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ആർക്കും ഈ പുരുഷന്മാരെ കുറിച്ച് പറയാൻ ഒന്നുമില്ലേ? ഇസ്ലാം നിരോധിച്ച ഒരുപാട് സംഗതികൾ, മദ്യപിക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രസംഗത്തിൽ പറയുന്നോ? അല്ലയോ പുരുഷ സുഹൃത്ത് അല്ലെങ്കിൽ പുരുഷന്മാര് മദ്യപിക്കരുതെന്ന് പറയുന്നുണ്ടോ? ഇങ്ങനെ സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കാൻ എല്ലാ മതവും, മതത്തിലെ മതങ്ങളില് പുരുഷന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട മതമാണ് ഈ മതങ്ങളുടെ മതപണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ്. ഈ മതപണ്ഡിതന്മാർ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് ആരും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ അധികാരത്തിൽ വരരുതെന്ന് പറഞ്ഞു, സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യരുത്, കോളേജിൽ പോരുതെന്ന് 10 ഇറക്കിയിട്ടുണ്ട് കേരളത്തിൽ. അതെവിടെങ്കിലും പ്രായോഗികമായോ? സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. ഇനി സ്ത്രീകളും പുരുഷന്മാരും ഇടകലരരുതെന്ന് പറയുന്ന ഇതേ മതത്തിന്റെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, ഇതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന മതപണ്ഡിതന്മാർക്ക് ഒരൊറ്റ കാര്യമേ, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നാൽ അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു വന്നാൽ അവിടെ എന്തോ ലൈംഗികത സംഭവിച്ചു പോകും എന്നുള്ള ഭയം. ഈ ഭയം ഞങ്ങൾ സ്ത്രീകൾക്കല്ല ഉള്ളത്, ഈ മതപണ്ഡിതന്മാർക്കാണ്. കാരണം അവർക്ക് ആ കണ്ണിലൂടെ മാത്രമേ സ്ത്രീകളെ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകുന്നു, അവര് വസ്ത്രം തുറന്നിടുന്നു. എന്ത് തുറന്നിടലാണ്? ഇനി അഥവാ വസ്ത്രത്തിന്റെ ഈ വ്യായാമം ചെയ്യുമ്പോൾ അവരിടുന്ന ഡ്രസ്സിലൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുന്ന പുരുഷന്മാരെയാണ് നിങ്ങൾ സദാചാരം പഠിപ്പിക്കേണ്ടത്. സ്ത്രീകൾ അവിടെ വ്യായാമം ചെയ്യുമ്പോൾ അത് നോക്കിയിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്നത് വെറുതെയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകിയത് കൊണ്ട് എവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നത് ആണധികാരവുമായി ബന്ധപ്പെട്ട മറ്റ് പല കുറ്റകൃത്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതൊന്നും ഇടപഴകുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഇടപഴകിക്കൊണ്ട് തന്നെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് മതപണ്ഡിതന്മാർ പറയുന്നതിന് എനിക്ക് തോന്നുന്നു വിശ്വാസികളായ ഒരാളും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ഈ മതത്തെ ഏറ്റവും പ്രാകൃത മതം എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ഇടപെടലുകൾ പൊതുസമൂഹത്തിന് പലപ്പോഴും ലജ്ജ തോന്നും. ഈ ഇത്തരം ഇടപെടലുകൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ട് ചില മതപണ്ഡിതന്മാർ, കോളേജ് അധ്യാപകനായ ഒരാള് കഴിഞ്ഞ യൂട്യൂബിലൂടെ എനിക്ക് തോന്നി
യൂട്യൂബ് പോലും ഇത്തരം കാര്യങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകള് ജീൻസ് ധരിച്ച സ്ത്രീകളെയൊക്കെ വേശ്യകളെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് എന്ന്. നബിയുടെ കാലത്ത് വ്യായാമം ഉണ്ടോ അല്ലെങ്കിൽ ജീൻസ് ഉണ്ടോ? എല്ലാം ആ അദ്ദേഹത്തിന്റെ തലയിൽ, നബിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആധുനിക കാലത്തിന് നിരക്കാത്ത തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഈ മതപണ്ഡിതന്മാർ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്നത് പോലെ മതത്തെ ഏറ്റവും പ്രാകൃതമാക്കി മാറ്റുന്ന തരത്തിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഇടകലർന്ന് വ്യായാമം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ ഭയപ്പെടുന്നത് എന്ന് ഞങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അവിടെ വ്യായാമം ചെയ്യാൻ വരുന്നു, വ്യായാമം ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അവിടെ വരുന്ന പുരുഷന്മാരും അത് കഴിഞ്ഞ് പോകുന്നു. ദയവ് ചെയ്ത് കാന്തപുരത്തെ പോലുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇദ്ദേഹമൊക്കെ ഇത് പറയുന്നത് ഈ രീതിയിലുള്ള ഭയമുള്ളതുകൊണ്ടായിരിക്കും. അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ അനുയായികളോ അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്നവർ അങ്ങോട്ട് വരാതിരിക്കുക. സ്ത്രീകൾ ഇത്രയേറെ ഭയപ്പെട്ട് സ്ത്രീകളെ സദാചാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇസ്ലാം മതം ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം മതം ഓരോ കാലത്തും ഓരോ മതം ഉണ്ടായതിന് ചില ലക്ഷ്യങ്ങളും ഉണ്ട്. അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുന്നത് കൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റത്തിന് വിധേയമാണ്, മാറിയിട്ടുണ്ട്. ഈ പറയുന്ന ശരീഅത്ത് നിയമങ്ങൾ ലോകത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും മാറുന്നുണ്ട്. ഇന്ത്യയിലും മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് മാറരുത്, ശരീഅത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഇത് ഇരുമ്പിലൊക്കെയാണ് എന്ന് പറഞ്ഞ ശരീരത്തിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായും താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.